ഹലോ എവരിവൺ, ദിസ് ഈസ് മീ രഞ്ജിത് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ജയ്പൂരിൽ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്. നമ്മളിന്ന് ഇവിടെ നിന്ന് ട്രെയിൻ കയറി അജ്മീർ പോവും, അവിടെ നിന്ന് തിരിച്ചു വരും. എന്നിട്ട് നമ്മളിന്ന് വൈകിട്ട് നമ്മൾ അമൃത്സറിലേക്ക് പോകും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അതിൻ്റെ ഫ്രണ്ട് എൻട്രി ജയ്പൂർ ജംഗ്ഷൻ. റോയൽ മാതൃകകൾ പിങ്ക് സിറ്റി ആണല്ലോ അത്. ക്ലോക്ക് റൂമിൽ ബാഗ് വെക്കാമെന്ന് വെച്ചപ്പോൾ ലോക്ക് ചെയ്യണമെന്ന്. ഞാൻ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇല്ല, ലോക്ക് ചെയ്യണം, കമ്പൽസറി ആണ്. ബാഗ് തൂക്കിക്കൊണ്ട് പോവാം. അതിനുള്ള സമയമൊന്നുമില്ല. നമ്മുടെ ട്രെയിനിൻ്റെ പേരാണ് പൂജ എക്സ്പ്രസ്. ജാട്ട് അജ്മീർ എക്സ്പ്രസ് എന്നും പറയും. 12414. ജമ്മു താവിൽ നിന്ന് ഡൽഹി വഴി അജ്മീർ പോകുന്ന ട്രെയിനാണത്. നമ്മുടെ S4 ആണ്. S4 ഇതാ വന്നു. S3, S4 ഇവിടെ നിർത്തൂലേ? അത്യാവശ്യം തിരക്കുള്ളൊരു സ്റ്റേഷനാണ് അജ്മീർ ജംഗ്ഷൻ. അവിടെ ബർഗറൊക്കെ ഉണ്ടായിരുന്നു. ചെവി തുളഞ്ഞു പോയല്ലോ. ബർഗർ ഇവിടെ ഉണ്ടല്ലോ ബർഗർ. ആ ട്രെയിനാണ് ചിഹ്നം പിടിച്ച് പേടിപ്പിച്ചത്. നമുക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാനില്ല അജ്മീറിൽ ചെന്നിട്ട്. 12-12:15 എത്തിക്കഴിഞ്ഞാൽ 2:55 തിരിച്ചുള്ള ജയ്പൂർക്ക് വരുന്ന ട്രെയിനാണ്. ജയ്പൂരിൽ വന്നിട്ട് നമുക്ക് കുറച്ച് നേരം റിട്ടയർമെൻറ്റ് റൂമിൽ സ്പെൻഡ് ചെയ്യാം. ആ സമയം കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒരു അഴുക്കച്ചാലിൻ്റെ കുറുകെയുള്ളൊരു പാലം. ഒരു കനാലാണിത്. അതിൻ്റെ വൃത്തി കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലം. ചില മുൾച്ചെടികളല്ല, മുള്ളു മരങ്ങളൊക്കെ ഉണ്ട്. അതിന് മണ്ണൊക്കെ കണ്ടാൽ ശരിക്കൊരു മരുഭൂമി പോലെയാണ്. ഇത് കൃഷിയിടങ്ങളാണ്. വെള്ളം കുറവാണെങ്കിലും ഇവിടെ നന്നായിട്ട് കൃഷി ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, പക്ഷെ കൃഷി ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. നല്ല കൃഷിയിടങ്ങൾ, നല്ല പച്ചപ്പ് കാണുന്നു. ആദ്യത്തെ മരുഭൂമി ലുക്കൊക്കെ മാറി നല്ല പച്ചപ്പാണ്. അവിടെ ഭാരത് പെട്രോളിയത്തിൻ്റെ പ്ലാന്റ് കാണുന്നുണ്ട്. ചെമ്മരിയാടുകൾ തൂങ്ങി നടക്കുന്നു. അത് കുറേ ഉണ്ടല്ലോ. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. കോപ്പേൽക്കോൻ്റെ എക്സ്കവേറ്റേഴ്സ്. നമ്മുടെ നാട്ടിൽ മലയുടെ മുകളിലൊക്കെ കൃഷിയായിരിക്കും. ഇവിടെ ഒരു വെറൈറ്റിക്ക് ഇവിടെ ക്ഷേത്രങ്ങളാണ് മലകളുടെ മുകളിൽ. എന്തിനാണ് ഇവിടെ സ്ഥലമില്ലാണ്ട് അതിൻ്റെ മുകളിലേക്ക് അത് കയറ്റം കയറി പോകണോട്ടല്ല വഴി കാണാൻ പറ്റുന്നുണ്ട്. ഫുലേര എന്ന് പറഞ്ഞ സ്റ്റേഷൻ നമ്മൾ ഇന്നലെ ഇതുവഴി കടന്നു പോയതായിരുന്നു. രാത്രിയായിരുന്നു പക്ഷേ സമയം. ഇപ്പോൾ സമയം 11:03. തമിഴ്നാട് പോലെയൊക്കെ തോന്നുന്നു. ആ സീമക്കരുവല്ലേ കാണുന്നത്. ഇവിടെ ഉണ്ടോ അതൊക്കെ?
വിജനമായ ഏതോ സ്ഥലത്ത് ട്രെയിൻ കൊണ്ട് നിർത്തിയേക്കാണ്. നമ്മളങ്ങനെ അജ്മീറിനോട് അടുത്താകാറായി. ഇപ്പം അജ്മീർ എത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 3-4 മിനിറ്റ് കൊണ്ട് എത്തും. നമ്മളങ്ങനെ അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. 4th പ്ലാറ്റ്ഫോമിലാണ് വന്നത്. നമുക്ക് മറ്റേ ദർഗ വരെ പോയിട്ട് തിരിച്ചു വരാം. അപ്പം അതിന് മുമ്പ് ബാഗ് സൂക്ഷിക്കാൻ കൊടുക്കണം. അതാണ് ഒരു കെണിയുള്ളത്. കാരണം ബാഗ് ലോക്ക് ചെയ്ത് അവർ സൂക്ഷിക്കാൻ സ്വീകരിക്കില്ല. അജ്മീർ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗമാണ്. 1 കിലോമീറ്ററുള്ള അജ്മീർ ദർഗയിലേക്ക്. അവിടെ മെട്രോ ലൈനാണോ പോകുന്നത്? അത് ഫ്ലൈ ഓവറാണ്. എന്നിട്ട് മെട്രോ പോലെ ഇവിടെ മെട്രോ ഉണ്ടോ? നമ്മുടെ ഫ്ലാഗ് അവിടെ പാറി പറക്കുന്നു. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻപിൽ വലിയൊരു മല കാണുന്നുണ്ട്. 2 സൈഡും ഭക്ഷണശാലകളും പഴക്കച്ചവടമൊക്കെ ആയിട്ട് തകൃതിയായിട്ട് ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്നു. റോഡും ഭയങ്കര തിരക്കാണ്. വണ്ടികളൊക്കെ ചെറപറ ഹോണടിയാണ്. ജയ്പൂരിൽ ഫുള്ള് വെജ് ഫുഡുകൾ കിട്ടിയിരുന്നുള്ളൂ. അജ്മീറിൽ ഫുൾ നോൺ വെജാണ്. കാരണം ഇത് മുസ്ലിം മെജോറിറ്റി ഏരിയ അല്ലേ. ഖ്വാജ മൊയ്നുദ്ദീൻ ചിശ്തി എന്ന ആളുടെ സൂഫി സെയിൻ്റാണ്. ആളുടെ ദർഗയാണ് ഇവിടെ. ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. ഗൂഗിൾ കാണിച്ചു തന്ന വഴി കൂടെ നടക്കുകയാണത്. ഒരു ഇടവഴിയാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. തുണിക്കടകൾ, സ്വീറ്റ് ഷോപ്പുകൾ, ഫാൻസി സ്റ്റോറുകൾ, അങ്ങനെ പല സ്റ്റോറുകളുണ്ട്. ചെറുതായിട്ടൊക്കെ വഴി തെറ്റിക്കുന്നുണ്ട് കേട്ടോ ഗൂഗിള്. 1-2 വഴികളൊക്കെ തെറ്റായിട്ട് കയറി, പിന്നെ തിരിച്ച് നടന്നു. വളരെ ഇടുങ്ങിയ വഴിയാണ്. ഈ വഴി കൂടെ ഓട്ടോറിക്ഷയൊക്കെ പോകുന്നുണ്ട്. പഴയ നിർമ്മിതികളാണ്. ബിൽഡിങ്ങൊക്കെ പഴയതാണ്. ഹോട്ടൽസ് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. താമസിക്കാനുള്ള സൗകര്യമുള്ള ഹോട്ടലുകളൊക്കെ ഉണ്ട്. മൊയ്നുദ്ദീൻ കേരള ഹോട്ടൽ. ആഹാ, തിരിച്ചു വരുമ്പോൾ ഒന്ന് കയറണമല്ലോ. ഈ 2 വശത്തും കാണുന്നതൊക്കെ ഹോട്ടലുകളാണ്. ഒക്കെ പുറകിലൊരു ഹോട്ടൽ മുഹമ്മദ് ഉണ്ട്. വളരെ കൺജസ്റ്റഡ് ആണ് ഏരിയ. ഭയങ്കര തിരക്കും. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അജ്മീറിൽ വന്നെന്ന്. അതിപ്പോൾ ആ ആഗ്രഹം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതും എൻ്റെ പിറന്നാൾ ദിനത്തിൽ. ഇന്ന് ഡിസംബർ 23. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഡിസംബർ 23 ഇന്ന് തന്നെ എനിക്ക് ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അവിടെ മുന്നിൽ കാണുന്നതാണ് മെയിൻ ദർഗ. തലയിൽ എന്തൊക്കെയോ പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് കാശ് വെച്ചു. ഇത് കൊടുത്തപ്പോൾ പോരാ പറഞ്ഞു. കാശ് തന്നെയാണ് എല്ലായിടത്തും. നമ്മളൊരു വലിയ മല കാണാം. അതിൻ്റെ മുകളിൽ എന്തോ ഒരു പള്ളിയുണ്ട്. പിന്നെ കുറേ കെട്ടിടങ്ങൾ, ഇവിടെയും കെട്ടിടങ്ങൾ, പള്ളി, ദർഗ. ഇത് നമ്മളിപ്പോൾ കയറി ഇറങ്ങിയല്ലോ. ഖ്വാജ മൊയ്നുദ്ദീൻ ചിശ്തി. सलाम पढ़ लेता हूँ मैं तो आता है. ഒന്നേ കാലമായി സമയം. അപ്പം നമുക്കിനി പയ്യെ തിരിച്ച് നടക്കാം. അജ്മീർ സ്റ്റേഷനിൽ പോയിരിക്കാം. ഇതൊക്കെ ഇത്ര നേരം ഇരുന്നുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നേരം പോകുന്ന വഴിക്ക് ഫുഡ് എവിടെയെങ്കിലും കഴിക്കണം. നല്ല തിരക്കുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. വീക്കെൻഡ് അല്ലേ, അതായിരിക്കും. നല്ല തിരക്കുണ്ട്. അകത്ത് പെട്ടെന്ന് കയറി ഇറങ്ങി.
നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം. ഗേറ്റ് നമ്പർ 4 വഴിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ഇതായിരിക്കും ഗേറ്റ് നമ്പർ 4. ആദ്യം ഇറങ്ങിയ ഒരു ഓർമ്മ വെച്ച് ഇതൊക്കെ കയറിയായിരുന്നോ. ഇനി വന്ന ദൂരം തിരിച്ചും നടക്കണം. 2 മണിയൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി, ടൈമുണ്ടല്ലോ. ബാങ്ക് വിളി കേട്ടില്ലേ? ആൾക്കാരും നടന്നു പോകും, വണ്ടിയും പോകും, വഴി തീരെ ഇല്ല. ഒരു വലിയൊരു കവാടമുണ്ട്. നമ്മൾ പോയത് വേറെ ഏതോ വഴിക്കാട്ടോ, തിരിച്ചു വന്നത് വേറെ വഴിക്ക്. ഇതാണ് അജ്മീർ തെരുവുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഫ്രൂട്ട് സ്റ്റാളുകൾ, അങ്ങനെ പലതും ഉണ്ട്. അവിടെ നമ്മൾ ആദ്യം കണ്ട ആ കവാടം. നമ്മൾ നടന്ന് അജ്മീർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് പറ്റുമെങ്കിൽ വല്ല ഫുഡ് കഴിക്കാൻ പറ്റുമോ നോക്കാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ട്രെയിൻ കയറി ജയ്പൂർക്ക് പോവാം. ട്രെയിൻ വരുന്നതിന് കുറച്ച് മുമ്പ് നമുക്ക് ആ ലഗേജ് എടുത്താൽ മതി ക്ലോക്ക് റൂമിൽ നിന്ന്. ഈ ട്രെയിനിലാണ്, അതായത് 12196 അജ്മീർ ടു ആഗ്ര ഫോർട്ട് പോകുന്നത്. ഈ ട്രെയിനിൽ തിരിച്ച് അജ്മീരിൽ നിന്ന് ജയ്പൂരിലേക്ക് നമ്മൾ പോവുകയാണ്. വിൻഡോ സൈഡാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ തന്നെ അറിയാം അങ്ങോട്ടും. ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ റിട്ടയറിംഗ് റൂമിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പോവാണ്. ഒരു 6 മണിക്കൂർ സ്പെൻഡ് ചെയ്യണുള്ളൂ. കാരണം നമ്മുടെ ബസ് കുറച്ച് രാത്രിയായിട്ടാണ്. നമുക്കിവിടെ പോയി ചെക്കിനൊക്കെ ചെയ്യാം. ഇവിടെ ടാരിഫൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ 6 hours ചൂസ് ചെയ്തത്. ടാക്സ് ഉൾപ്പെടെ 236 രൂപയായി. 3 hours ആണെങ്കിൽ 124 ആവും. 9 hours 348 അവിടെ ഡീലക്സ് AC റൂമുണ്ട്, ഡബിൾ ബെഡ്. സ്വീറ്റ് റൂമുണ്ട്, അത് 3 ബെഡായിരിക്കും. അതിനൊക്കെ അനുസരിച്ചുള്ള ചാർജ് വരും. 24 hours 1704 ഒക്കെ വരും ഡബിൾ റൂം ACക്ക്. ജയ്പൂർ, വഡോദര, മഡ്ഗ, എന്താണാവോ പാലക്കാട്, ഗ്വാളിയറിലുണ്ട്. മെസ്സേജ് M ദിൻഷോ ആൻഡ് രഞ്ജിത്ത് ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. 4 bedded 4 beddedോ 4 bedded അതിൻ്റെ അർത്ഥം എന്താ? എവിടെയാണ് ഡോർമിറ്ററി 2? ഇവിടെയാണോ? അത് തന്നെ, ഡോർമിറ്ററി 2 D19. കേവൽ പുരുഷോം കാ അനുമതി ഹേ, ഒള്ളി മെയിൽ അലൗഡ്. ഇതാണ് നമ്മുടെ റിട്ടയറിംഗ് റൂം. വാൾപേപ്പർ വെച്ച് വാളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഫാൻ, മുകളിലൊരു ലൈറ്റ്, ഒരു മിറർ ഉണ്ടാകും. പിന്നെ ഇതാ ഒരു പ്ലാറ്റ്ഫോം, എന്താണ് അത് പ്ലാറ്റ്ഫോം അഡ്ജസ്റ്റ് ചെയ്തേക്കണം. ഒരു 1 സ്റ്റെപ്പ് മുകളിലായിട്ടുള്ള എന്തോ സംഭവം, അതിലേക്ക് ഇത് ഒട്ടിച്ച് സെറ്റപ്പ് ആക്കിയിരിക്കുന്നതാണ്. 2 ഡ്രോയുള്ള ഒരു എന്താ പറയുക ഡ്രസ്സിങ് ടേബിൾ, സിംഗിൾ ബെഡ്. 236 rupees ഞാൻ പറഞ്ഞ പോലെ. ഡോറിലാണെങ്കിൽ ഡോറിന് ഒരു ലോക്ക്, 4 ഹാങ്ങറുണ്ട്, അല്ലെങ്കിൽ ഹാങ് ചെയ്യാനുള്ള സാധനമുണ്ട്. പിന്നെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു ലോക്കാണ്. പുറത്ത് ഒരു സോഫ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 മണിക്കൂർ നമ്മൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം.